നമസ്കാരം. ഇടുക്കി നെറ്റ് വാർത്താ സംപ്രേഷണത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇടുക്കി നെറ്റ് ന്യൂസ് ലൈവ്. ഇടുക്കി നെറ്റ് ന്യൂസ് ലൈവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ന്യൂസ് ഹെഡ്ലൈൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 141 അടിയിലെത്തി. കേരളത്തിന്റെ ആവശ്യങ്ങൾ നിഷ്കരുണം തള്ളിക്കൊണ്ടാണ് തമിഴ്നാട് ഡാമിൽ ജലനിരപ്പ് ഉയർത്തുന്നത്. ഡാമിൽ ജലനിരപ്പ് ഉയരുന്നത് ഓരോ നിമിഷവും തീരവാസികൾ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 125ാം ജന്മവാർഷികം രാജ്യം ഇന്ന് ശിശുദിനമായി ആഘോഷിച്ചു. 1889 നവംബർ 14 അലഹബാദിൽ ജനിച്ച ജവഹർലാൽ ഏറ്റവും കൂടുതൽ കാലം സ്വതന്ത്ര ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. പ്രളയക്കെടുതി വിലയിരുത്താൻ കേന്ദ്ര സംഘം ജില്ലയിലെത്തി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയ സെക്രട്ടറി ഹിതേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് സന്ദർശനം നടത്തിയത്. 13ാമത് ഇടുക്കി റവന്യൂ ജില്ലാ കായികമേളയ്ക്ക് കാൽവരി മൗണ്ട് കാൽവരി സ്കൂൾ ഗ്രൌണ്ടിൽ തുടക്കമായി. 7 സബ് ജില്ലകളിൽ നിന്ന് 1700ഓളം കായിക താരങ്ങളാണ് മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത്. ഇടുക്കി ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP ഉസ്മാൻ കായികമേള ഉദ്ഘാടനം ചെയ്തു. അയൽവാസിക്ക് പണയം വയ്ക്കാൻ നൽകിയ സ്വർണ്ണാഭരണങ്ങൾ ലേലത്തിൽ നഷ്ടപ്പെട്ടതിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്ത യുവതിയുടെ സംസ്കാര ചടങ്ങിനിടെ കട്ടപ്പനയിൽ സംഘർഷവും പോലീസ് സ്റ്റേഷൻ മാർച്ചും. യുവതിയുടെ സ്വർണ്ണാഭരണങ്ങൾ കടമായി വാങ്ങിയ കട്ടപ്പന കല്ലുകുന്നിലുള്ള ഭർത്തൃവീടിന്റെ അയൽവാസിയും നെടുങ്കണ്ടത്തു നിന്നെത്തിയ യുവതിയുടെ ബന്ധുക്കളും തമ്മിലാണ് സംഘർഷമുണ്ടായത്. വാർത്തകളിലേക്ക് വിശദമായി. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 141 അടിയിലെത്തി. കേരളത്തിന്റെ ആവശ്യങ്ങൾ നിഷ്കരുണം തള്ളിക്കൊണ്ടാണ് തമിഴ്നാട് ഡാമിൽ ജലനിരപ്പ് ഉയർത്തുന്നത്. ഡാമിൽ ജലനിരപ്പ് ഉയരുന്നത് ഓരോ നിമിഷവും തീരവാസികൾ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. തീരദേശവാസികളിൽ ആശങ്കയുയർത്തിക്കൊണ്ട് അവസാന റിപ്പോർട്ടുകൾ ലഭിക്കുമ്പോൾ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 141 അടി പിന്നിടുകയാണ്. വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴ തുടരുന്നതിനാൽ ജലനിരപ്പ് ഇനിയും ഉയരുവാനാണ് സാധ്യത. എന്നാൽ ഷട്ടറുകൾ ഉയർത്തുന്ന കാര്യത്തിൽ ഇതുവരെയും തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. സെക്കൻഡിൽ 456 ഘനയടി വെള്ളമാണ് ഡാമിൽ നിന്നും തമിഴ്നാട് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. എന്നാൽ ഓരോ സെക്കൻഡിലും ഡാമിലേക്ക് വൃഷ്ടിപ്രദേശത്തു നിന്നും ഒഴുകിയെത്തുന്നത് 1358 ഘനയടി വെള്ളമാണ്. ജലനിരപ്പ് ഉയരുന്നത് തീരദേശവാസികളിൽ ഉൾപ്പെടെ കടുത്ത ആശങ്ക ഉയർത്തിക്കഴിഞ്ഞു. ജലനിരപ്പ് ഉയർത്തുന്നതിലെ ആശങ്ക കാണിച്ച് കേരള ചീഫ് സെക്രട്ടറി നൽകിയ കത്തിനോട് തമിഴ്നാടെന്നാൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ജലനിരപ്പ് ഉയർത്തുന്നത് 2 ദിവസത്തിനകം നിർത്തണമെന്നാണ് കേരളം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അല്ലാത്തപക്ഷം കൂടുതൽ വെള്ളം തമിഴ്നാട് ഡാമിൽ നിന്നും കൊണ്ടുപോകണമെന്നും കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡാം മേൽനോട്ട സമിതി അടിയന്തര യോഗം വിളിക്കണം എന്ന ആവശ്യവും തമിഴ്നാട് തള്ളിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ ഇടക്കാല ഹർജി നൽകുവാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. മെയ് 2014 വന്ന സുപ്രീം കോടതി വിധിയനുസരിച്ച് മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 142 അടി വരെ ഉയർത്താം. ഈ ഉത്തരവിന്റെ പിൻബലത്തിലാണ് തമിഴ്നാടിന്റെ ഇപ്പോഴത്തെ നിലപാട്. ഈ ഉത്തരവിനെതിരെ കേരളം ശക്തമായ റിവ്യൂ ഹർജിയും സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഓരോ നിമിഷവും അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുന്നത് തീരദേശവാസികളിൽ കടുത്ത ഭീതിയാണ് ഉയർത്തുന്നത്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 125ാം ജന്മവാർഷികം രാജ്യം ഇന്ന് ശിശുദിനമായി ആഘോഷിച്ചു. 1889 നവംബർ 14 അലഹബാദിൽ ജനിച്ച ജവഹർലാൽ ഏറ്റവും കൂടുതൽ കാലം സ്വതന്ത്ര ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. അലഹബാദിലെ കാശ്മീരി പണ്ഡിറ്റ് കുടുംബത്തിൽ മോത്തിലാൽ നെഹ്റുവിന്റെയും ഭാര്യ സ്വരൂപ് റാണിയുടെയും മകനായാണ് ജവഹർലാൽ 1889 നവംബർ 14 ജനിക്കുന്നത്. അമൂല്യ രത്നം എന്നർത്ഥം വരുന്ന ജവാഹർ എന്ന അറബി പദമാണ് നെഹ്റുവിന്റെ പേരിന് പിന്നിൽ. സമ്പത്തിന്റെ നടുവിലായിരുന്നു ജവഹറിന്റെ ബാല്യം. സംഭവബഹുലമല്ലാത്ത കുട്ടിക്കാലം എന്നാണ് നെഹ്റു തന്റെ ബാല്യത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ജവഹർലാൽ ഉപരിപഠനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് പോയി. തുടർന്ന് 1916 മാതാപിതാക്കളുടെ താൽപര്യപ്രകാരം കമലയെ വിവാഹം കഴിച്ചു. അച്ഛൻ മോത്തിലാൽ നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് പ്രവർത്തിച്ച് സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണിയിൽ നിൽക്കുമ്പോഴാണ് ജവഹർലാൽ നെഹ്റു സജീവ രാഷ്ട്രീയത്തിൽ എത്തുന്നത്. ബ്രിട്ടനിലെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ രാഷ്ട്രീയത്തിൽ നെഹ്റുവിന് താൽപര്യം തോന്നിയിരുന്നു. ഉൽപ്പതിഷ്ണമായ രാഷ്ട്രീയ ചിന്തകളോടെയാണ് നെഹ്റുവിന്റെ രാഷ്ട്രീയ പ്രവേശം. 1ാം ലോകമഹായുദ്ധത്തിന് ശേഷം ഗോപാലകൃഷ്ണ ഗോഖലെയുടെ നേതൃത്വത്തിലായിരുന്നു അന്ന് ഇന്ത്യൻ രാഷ്ട്രീയം. ബ്രിട്ടീഷ് സർക്കാരിന് കീഴിലുള്ള എല്ലാ ഉദ്യോഗങ്ങളും വലിച്ചെറിയുവാൻ നെഹ്റു ആഹ്വാനം ചെയ്തു.
ഇന്ത്യൻ സിവിൽ സർവീസിനെ നിശിതമായ ഭാഷയിൽ വിമർശിച്ചു. 1916 ലക്നൌ കോൺഗ്രസ് സമ്മേളനത്തിലാണ് നെഹ്റു ആദ്യമായി ഗാന്ധിജിയെ കണ്ടുമുട്ടുന്നത്. ബ്രിട്ടീഷുകാരുമായി ശണ്ട കൂടാത്ത മോത്തിലാലിന്റെ ശൈലിയേക്കാൾ നെഹ്റുവിനെ ആകർഷിച്ചത് മഹാത്മാഗാന്ധിയും അദ്ദേഹത്തിന്റെ നിസ്സഹകരണ പ്രസ്ഥാനവുമാണ്. നെഹ്റുവിൽ ഇന്ത്യയുടെ ഭാവി ഒളിഞ്ഞിരിക്കുന്നതായി ഗാന്ധിയും കണ്ടെത്തി. ക്രമേണ നെഹ്റു കുടുംബം പൂർണ്ണമായും ഗാന്ധിയുടെ അനുയായികളായി. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി, ഇന്ത്യൻ സ്വാതന്ത്ര്യസമര നേതാവ്, രാഷ്ട്രീയ തത്വചിന്തകൻ, ഗ്രന്ഥകർത്താവ്, ചരിത്രകാരൻ എന്നീ നിലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ചു. രാജ്യാന്തര തലത്തിൽ ചേരിചേരാ നയം അവതരിപ്പിച്ചും ഇദ്ദേഹം ശ്രദ്ധ നേടി. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ അനുഗ്രഹാശിസുകളോടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 1947 മുതൽ 1964 മരണമടയുന്നതുവരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. സോഷ്യലിസത്തിലൂന്നിയ നെഹ്റുവിന്റെ രാഷ്ട്രീയ ദർശനങ്ങളാണ് 4 പതിറ്റാണ്ടോളം ഇന്ത്യയെ നയിച്ചത്. ഇദ്ദേഹത്തിന്റെ ഏകമകൾ ഇന്ദിരാഗാന്ധിയും ചെറുമകൻ രാജീവ് ഗാന്ധിയും പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരായി. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ പിൻഗാമിയായി നെഹ്റു അറിയപ്പെട്ടു. ഭാവി ഇന്ത്യയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി തീർക്കുവാനുള്ള പദ്ധതി ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി എന്ന നിലയിൽ നെഹ്റു ആവിഷ്കരിച്ചു. സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ രംഗത്ത് നവീകരണ പദ്ധതികൾ നെഹ്റു നടപ്പാക്കി. നെഹ്റുവിന്റെ നേതൃത്വകാലത്ത് കോൺഗ്രസ് ഒരു വൻ രാഷ്ട്രീയ പാർട്ടിയായി മാറുകയായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തുടർച്ചയായി 3 പൊതു തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് വിജയം കൈവരിച്ചു. ലോകോത്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതി, ഇംഗ്ലീഷ് ഭാഷയുടെ വ്യാപകമായ പ്രചാരം എന്നിവയിലെല്ലാം നെഹ്റുവിന്റെ ദീർഘവീക്ഷണങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും കാണാം. കോളനി വാഴ്ചയിൽ നിന്നും ഇന്ത്യക്കൊപ്പം മോചിതമായ മറ്റു പല രാജ്യങ്ങളും സ്വേച്ഛാധിപത്യത്തിന്റെ പിടിയിലമർന്നപ്പോഴും ഇന്ത്യയിൽ ജനാധിപത്യം കരുത്തോടെ തഴച്ചു വളർന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ ഏറ്റവും വലിയ നേട്ടമാണ്. 1962 ശേഷം നെഹ്റുവിന്റെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങിയിരുന്നു. നെഹ്റു ഏറെ വിശ്വാസമർപ്പിച്ചിരുന്ന ചൈനയിൽ നിന്നേറ്റ ചതിയാണ് നെഹ്റു പെട്ടെന്ന് രോഗബാധിതനാകുവാൻ കാരണം. 1964 നെഹ്റുവിന് ഹൃദയാഘാതമുണ്ടായി. കാശ്മീരിൽ നിന്നും തിരിച്ചു വന്ന ഉടനെയായിരുന്നു ഇത്. 1964 മെയ് 27 മധ്യാഹ്നത്തോടെ നെഹ്റു അന്തരിച്ചു. പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാലിന്റെ ജന്മദിനം ഭാരതത്തിൽ ശിശുദിനമായാണ് ആചരിക്കുന്നത്. കുട്ടികളോടുള്ള സ്നേഹവും അവരുടെ ക്ഷേമത്തിനും വിദ്യാഭ്യാസത്തിനുമായി ചെയ്ത സംഭാവനകളും കണക്കിലെടുത്താണ് അദ്ദേഹത്തിന്റെ ജന്മദിനം രാജ്യം ഇങ്ങനെ ആചരിക്കുന്നത്. രാജ്യത്തെമ്പാടുമുള്ള കുട്ടികൾക്ക് നെഹ്റു ചാച്ചാ നെഹ്റുവായിരുന്നു. രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഇടുക്കിനെറ്റ് വാർത്തകളുടെ ആദരവ്. അനിൽ കെ ശിവറാം, ന്യൂസ് ഡെസ്ക്, ഇടുക്കിനെറ്റ്. സ്വരാജ് സയൻ പബ്ലിക് സ്കൂളിൽ ശിശുദിനാഘോഷവും LKG UKG വിദ്യാർത്ഥികളുടെ സ്കൂൾ ദിനാഘോഷവും നടന്നു. ടോഡ്സ് ഫെസ്റ്റ് എന്ന പേരിൽ നടന്ന ആഘോഷ പരിപാടികളിൽ തിരക്കഥാകൃത്തും മാധ്യമപ്രവർത്തകനുമായ അനിൽ കെ ശിവറാം മുഖ്യാതിഥിയായിരുന്നു. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് ഡോട്ട്സ് ഫെസ്റ്റ് എന്ന പേരിൽ LKG UKG വിദ്യാർത്ഥികളുടെ സ്കൂൾ ദിനാഘോഷമായി ആചരിച്ചത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷ പരിപാടികൾ രംഗപൂജയോടെ ആരംഭിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ഇമ്മാനുവൽ കിഴക്കേത്തലയ്ക്കൽ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. തിരക്കഥാകൃത്തും കേരള വിഷൻ ഇടുക്കിനെറ്റ് ന്യൂസ് ചീഫ് എഡിറ്ററുമായ അനിൽ കെ ശിവറാം മുഖ്യപ്രഭാഷണം നടത്തി. നേരിതു നീ അറിഞ്ഞ മനം നിത്യവും നീറിയെരിയാതിരിക്കുവാനായി ഞാൻ അറിയിക്കാതിരുന്നു ഇന്നോളവും നേരിന്നറിയണം നേരുനേരായി. നമ്മുടെ അച്ഛനമ്മമാർ നമ്മളെ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് വളർത്തുന്നതെന്നും അവരുടെ മാനസികാവസ്ഥ എന്താണെന്നും നമ്മൾ തിരിച്ചറിയുന്നില്ല. അത് തിരിച്ചറിയുമ്പോഴേക്കും അവർ നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കും. LKG വിഭാഗം പ്രിൻസിപ്പൽ ഇൻചാർജ് മേരിക്കുട്ടി ജോസ് അർദ്ധവാർഷിക റിപ്പോർട്ട് അവതരണവും സ്വാഗത പ്രസംഗവും നിർവഹിച്ചു. സിസ്റ്റർ മേരിക്കുട്ടി കുന്നത്ത്, ഫാദർ റോയി പുലിറുമ്പിൽ, PTA പ്രസിഡന്റ് സിബി മാത്യു, വൈസ് പ്രസിഡന്റ് തോമസ്, ലീന കുര്യൻ, മാത്യു അഗസ്റ്റിൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. തുടർന്ന് LKG UKG വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും നടന്നു. സ്വരാജ് സയൻ പബ്ലിക് സ്കൂളിലെ ടോഡ് ഫെസ്റ്റ് നഗരിയിൽ കുട്ടികൾക്ക് കൗതുകമായി കിഡ്സ് കോപ്റ്റർ. 10 അടി ഉയരമുള്ള തൂണിലുറപ്പിച്ച പൈപ്പിലാണ് കിഡ്സ് കോപ്റ്റർ ഘടിപ്പിച്ചിരിക്കുന്നത്. ഡോട്ട്സ് ഫെസ്റ്റ് നടക്കുന്ന വേദിക്ക് സമീപമാണ് ഹെലികോപ്റ്ററിന്റെ ഈ മാതൃക സ്ഥാപിച്ചിരിക്കുന്നത്. ഇരുമ്പിന്റെയും PVCയുടെയും പൈപ്പുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന കോപ്റ്ററിന്റെ പുറംകവർ തുണിയും പ്ലാസ്റ്റിക് ഷീറ്റുകളും ഉപയോഗിച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത്.
വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ചെറു മോട്ടോർ നൽകുന്ന ശക്തി ഉപയോഗിച്ച് ഈ ഹെലികോപ്റ്റർ മാതൃക അതുറപ്പിച്ചിരിക്കുന്ന തൂണിനു ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അനുഗ്രഹ വാക്കുകളും സയൻസ് സ്കൂളിന്റെ പേരും ആലേഖനം ചെയ്ത് കോപ്റ്ററിന്റെ പുറം കവർ മനോഹരമാക്കിയിട്ടുമുണ്ട്. സ്കൂളിലെ കുരുന്ന് പ്രതിഭകളുടെ ഉത്സവമായ ടോഡ്സ് ഫെസ്റ്റ് വേദിയിൽ അവർക്ക് കൗതുകമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫെസ്റ്റ് നഗരിയിൽ ഈ കിഡ്സ് കോപ്റ്റർ സ്ഥാപിച്ചതെന്ന് സ്കൂൾ മാനേജർ ഫാദർ ഇമ്മാനുവൽ കിഴക്കേത്തലക്കൽ ഇടുക്കി നെറ്റിനോട് പറഞ്ഞു. കോപ്റ്ററിലൂടെ നമുക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ എങ്ങനെ പ്രാവർത്തികമാക്കാനായിട്ട് ആകുമെന്നതിൻ്റെ ഒരു ആകർഷണമുണ്ട്. ആകാശത്തൊരു ചെറിയ വിസ്മയം ഇതിലൂടെ നൽകാനായിട്ടായി കുട്ടികളെല്ലാവരും വളരെയേറെ സന്തോഷപൂർവ്വം നോക്കി നിൽക്കുന്ന, കൗതുകത്തോടെ ആസ്വദിക്കുന്ന ഒരു സംഭവമായി ഇന്നത്തെ കിഡ്സ് കോപ്റ്റർ. കോപ്റ്ററിന്റെ പിൻഭാഗത്തും മുകളിലുമായി സ്ഥാപിച്ചിരിക്കുന്ന ഫാനുകളും കോപ്റ്ററിന് കൂടുതൽ കൗതുകം പകരുന്നുമുണ്ട്. അധ്യാപകരും PTA ഭാരവാഹികളും ചേർന്നാണ് വ്യത്യസ്തമായ ഈ കൗതുക കാഴ്ച ഒരുക്കിയത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ശിശുദിനാഘോഷം നടത്തി. ആഘോഷ പരിപാടികളുടെ ഭാഗമായി കുട്ടികൾക്കായി പ്രസംഗ മത്സരവും പ്രച്ഛന്നവേഷ മത്സരവും നടത്തി. ആഘോഷത്തോടനുബന്ധിച്ച് പ്രൈമറി വിഭാഗം കുട്ടികളുടെ പ്രസംഗ മത്സരവും പ്രചനവേഷ മത്സരവുമാണ് നടന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. കുട്ടികളുടെ സ്വന്തം ചാച്ചാജി എന്നായിരുന്നു ജവഹർലാൽ നെഹ്റുവിനെ അറിയപ്പെട്ടിരുന്നത്. ചാച്ചാജിയുടെ ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് നടന്ന മത്സരങ്ങളിൽ വിജയികൾക്ക് ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സമ്മാനങ്ങളും മധുരപലഹാരങ്ങളും പ്രിൻസിപ്പൽ ഫാദർ കുര്യൻ നരിതൂക്കിൽ, ഹെഡ്മാസ്റ്റർ MJ മത്തായി എന്നിവർ വിതരണം ചെയ്തു. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് KP ജയമോൻ കുട്ടികൾക്ക് ശിശുദിന സന്ദേശം നൽകി. Today we are celebrating the Children's Day, and I wish all my young children the best wishes for the day. ലയൺസ് ക്ലബ്ബ് കട്ടപ്പന ടൗണിന്റെ ഭാരവാഹികളായ KP ജയമോൻ, MJ ജോസ്, റെൻസി സിബി, ഷാരറ്റ് ജോബിൻ, റിനി സിബി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. കട്ടപ്പന ഇൻഫന്റ് ജീസസ് സ്കൂളിൽ നടന്ന ശിശുദിനാഘോഷങ്ങൾ കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജാൻസി ബേബി ഉദ്ഘാടനം ചെയ്തു. ആഘോഷ പരിപാടികളുടെ ഭാഗമായി കുട്ടികളുടെ വിവിധ മത്സരങ്ങൾ ഒരുക്കിയിരുന്നു. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 125ാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് കട്ടപ്പന ഇൻഫന്റ് ജീസസ് സ്കൂളിൽ ശിശുദിനാഘോഷ പരിപാടികൾ നടന്നത്. കുട്ടികളെ ഏറെ സ്നേഹിക്കുകയും അവരുടെ സാമീപ്യത്തിൽ ഭരണാധികാരി എന്ന നിലയിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുകയും ചെയ്ത നേതാവായിരുന്നു ജവഹർലാൽ നെഹ്റു എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജാൻസി ബേബി അനുസ്മരിച്ചു. വളരെയധികം പ്രശ്നങ്ങളുള്ള സമയത്താണ് പ്രധാനമന്ത്രിയായി ഭരണം ഏറ്റെടുത്തത്. ആ സമയത്തും നമ്മുടെ നെഹ്റു പറഞ്ഞു, എനിക്ക് ഇച്ചിരി ആശ്വാസം കിട്ടുന്നത് കുഞ്ഞുങ്ങളുടെയും പൂക്കളുടെയും അടുത്ത് ചെന്ന് അവരോട് സന്നദ്ധിക്കുമ്പോഴാണ് എനിക്ക് മനസ്സമാധാനം ഉണ്ടാകുന്നത്. എന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുന്നത് ആ സമയത്താണെന്ന് നമ്മുടെ പ്രിയപ്പെട്ട നെഹ്റു പറഞ്ഞു. ചടങ്ങിൽ സ്കൂൾ ഡയറക്ടർ ജേക്കബ് എബ്രാഹാം അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ ജോജോ എബ്രാഹാം, പ്രോഗ്രാം ഡയറക്ടർ പ്രതീഷ് കുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. സ്കൂളിലെ വിദ്യാർത്ഥികളെ 4 ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരങ്ങൾ നടത്തിയത്. പ്രളയക്കെടുതി വിലയിരുത്താൻ കേന്ദ്ര സംഘം ജില്ലയിലെത്തി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയ സെക്രട്ടറി ഹിതേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് സന്ദർശനം നടത്തിയത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സെക്രട്ടറി ഹിതേഷ് കുമാർ മക്വാനയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ ഫിനാൻസ് കമ്മീഷണർ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ PGS റാവു, കൃഷി മന്ത്രാലയത്തിലെ പ്ലസന്റ് ഡെവലപ്മെന്റ് വിഭാഗം ഡയറക്ടർ ഡോക്ടർ AK തിവാരി എന്നിവരാണ് ഉള്ളത്. ഇവർ ഇടുക്കിയിലെ വിവിധ പ്രളയക്കെടുതി ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു. തിരുവനന്തപുരം സബ് കളക്ടർ ഡോക്ടർ കാർത്തികേയനും സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ജില്ലയിലെ പനംകുട്ടി, കല്ലാർകുട്ടി, കല്ലാർ മാങ്കുളം, അടിമാലി, ചിത്രപുരം എന്നീ റോഡുകൾക്കുണ്ടായ നാശനഷ്ടം സംഘം വിലയിരുത്തി. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പകുതിപ്പാലം പുഴക്കര വീട്ടിൽ പ്രളയക്കെടുതിയെ തുടർന്ന് വീടിടിഞ്ഞ് ദേഹത്ത് വീണ് നിത്യരോഗിയായി മാറിയ മുത്തുവിനെയും കമലാക്ഷിയെയും കാണാൻ അവരുടെ പുനർനിർമ്മിച്ച വീട്ടിലെത്തി. വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ സംഘം അടിയന്തര സഹായം എത്തിക്കുമെന്ന് ഉറപ്പു നൽകി. കേന്ദ്ര സംഘത്തോടൊപ്പം സഞ്ചരിക്കുന്ന ജില്ലാ കളക്ടറുടെ ചുമതലയുള്ള ADM VR മോഹനൻ പിള്ളയാണ്. ഇവരെ സംബന്ധിച്ച വിവരങ്ങൾ ADM കേന്ദ്ര സംഘത്തെ ധരിപ്പിച്ചു. ഇടവേളയ്ക്ക് ശേഷം അയൽവാസിക്ക് പണയം വയ്ക്കാൻ നൽകിയ സ്വർണ്ണാഭരണങ്ങൾ ലേലത്തിൽ നഷ്ടപ്പെട്ടതിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്ത യുവതിയുടെ സംസ്കാര ചടങ്ങിനിടെ കട്ടപ്പനയിൽ സംഘർഷവും പോലീസ് സ്റ്റേഷൻ മാർച്ചും. വാർത്തകൾ തുടരുന്നു.
അയൽവാസിക്ക് പണയം വെക്കാൻ നൽകിയ സ്വർണ്ണാഭരണങ്ങൾ ലേലത്തിൽ നഷ്ടപ്പെട്ടതിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്ത യുവതിയുടെ സംസ്കാര ചടങ്ങിനിടെ കട്ടപ്പനയിൽ സംഘർഷവും പോലീസ് സ്റ്റേഷൻ മാർച്ചും. യുവതിയുടെ സ്വർണ്ണാഭരണങ്ങൾ കടമായി വാങ്ങിയ കട്ടപ്പന കല്ലുകുന്നിലുള്ള ഭർതൃവീടിന്റെ അയൽവാസിയും നെടുങ്കണ്ടത്തു നിന്നെത്തിയ യുവതിയുടെ ബന്ധുക്കളും തമ്മിലാണ് സംഘർഷമുണ്ടായത്. അയൽവാസിക്ക് ഭർതൃവീട്ടുകാരറിയാതെ പണയം വയ്ക്കാൻ നൽകിയ സ്വർണ്ണാഭരണങ്ങൾ ലേലത്തിൽ നഷ്ടപ്പെട്ടതിനെ തുടർന്നുണ്ടായ കുടുംബ പ്രശ്നങ്ങൾ മൂലം കട്ടപ്പന കല്ലുകുന്നു സ്വദേശി താഴത്തേമുറിയിൽ പ്രദീപിന്റെ ഭാര്യ രാജ്യശ്രീയെ സഹോദരൻ കഴിഞ്ഞ ദിവസം നെടുങ്കണ്ടത്തെ ഇവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നു. വ്യാഴാഴ്ച യുവതിയെ നെടുങ്കണ്ടം ബാലൻപിള്ള സിറ്റിയിലെ വീടിന് സമീപത്തുള്ള ഏലത്തോട്ടത്തിലെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം സംസ്കരിക്കാനായി കട്ടപ്പനയിലെ ഭർതൃവീട്ടിൽ എത്തിച്ചപ്പോഴാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. ബാലൻപിള്ള സിറ്റിയിൽ നിന്നെത്തിയ യുവതിയുടെ ബന്ധുക്കളും സ്വർണ്ണാഭരണങ്ങൾ പണയം വയ്ക്കാനായി വാങ്ങിയ സമീപവാസിയും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയായിരുന്നു. യുവതി സമീപവാസിക്ക് 27 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് നൽകിയത് എന്നാണ് യുവതിയുടെ ബന്ധുക്കൾ പറയുന്നത്. ഈ വീട് ഇപ്പോൾ ഇവിടുത്തെ കൊച്ചിന് തൊട്ടതിൻ്റെ വീട്ടിലെ നേരെ ഫ്രണ്ടിലുള്ള ഒരു വീട്ടിൽ പറയുന്ന ഈ പറയുന്ന പ്രതികരണം സംശയിക്കുന്ന 2 പേര് അവരുടെ കയ്യിൽ നിന്ന് പലപ്പോഴായിട്ട് സ്വർണം മേടിക്കുകയും അവരെ വേറെ ഏതോ ട്രാപ്പിലാക്കുകയായിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ആ രീതിയിൽ സ്വർണം മേടിച്ചെടുക്കുകയും അത് പിന്നീട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാര്യം, അവർ മേടിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം പറയുകയും പിന്നെ അത് വീട്ടുകാർ ഇറങ്ങിയപ്പോഴത്തേക്ക് എന്നെ ചോദ്യം ചെയ്യുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ കുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. എന്നാൽ അയൽവാസി ഇത് നിഷേധിക്കുകയും 13.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ മാത്രമേ യുവതിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൂ എന്നാണ് ഇവരുടെ വാദം. ഇതാണ് യുവതിയുടെ ബന്ധുക്കളെ പ്രകോപിപ്പിച്ചത്. ക്ഷുഭിതരായ യുവതിയുടെ ബന്ധുക്കൾ അയൽവാസിയുടെ വീട് അടിച്ചു തകർത്തു. സംഭവമറിഞ്ഞ സ്ഥലത്തെത്തിയ കട്ടപ്പന സബ് ഇൻസ്പെക്ടർ TD സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിന്റെ സംയോജിതമായ ഇടപെടൽ മൂലമാണ് സമീപവാസിയെയും കുടുംബത്തെയും രക്ഷിക്കാൻ കഴിഞ്ഞത്. ഈ സമയം പോലീസ് സംഘം അയൽവാസിക്ക് കൂട്ടുനിൽക്കുകയാണ് എന്നാരോപിച്ച് യുവതിയുടെ ബന്ധുക്കൾ പോലീസിനു നേരെയും തട്ടിക്കയറി. ഇതിനിടെ അയൽവാസിയെ സ്റ്റേഷനിലേക്ക് മാറ്റിയെങ്കിലും യുവതിയുടെ ബന്ധുക്കൾ പ്രതിഷേധവുമായി അവിടെയും എത്തി. തുടർന്ന് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയ അനുരഞ്ജന ചർച്ചയെ തുടർന്നാണ് സംഘർഷത്തിന് അയവ് വന്നത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. 13ാമത് ഇടുക്കി റവന്യൂ ജില്ലാ കായികമേളയ്ക്ക് കാൽവരി മൗണ്ട് കാൽവരി സ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കമായി. 7 സബ് ജില്ലകളിൽ നിന്ന് 1700ഓളം കായിക താരങ്ങളാണ് മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത്. ഇടുക്കി ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP ഉസ്മാൻ കായികമേള ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി S സൂര്യലാൽ ചേരുന്നു. സൂര്യലാലിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് കാൽവരി മൗണ്ട് കാൽവരി സ്കൂൾ ഗ്രൗണ്ടിലാണ്. ഇവിടെ 13ാമത് ഇടുക്കി റവന്യൂ ജില്ലാ കായികമേളയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. രാവിലെ 7:30 രജിസ്ട്രേഷൻ ആരംഭിച്ചു. അതിനുശേഷം നടത്ത മത്സരങ്ങളാണ് നടന്നത്. പിന്നീട് ഇടുക്കി വിദ്യാഭ്യാസ ഓഫീസർ അനില ജോർജ് പതാക ഉയർത്തി. തുടർന്ന് നടന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP ഉസ്മാൻ സംസാരിച്ചു. അതായത് ഇടുക്കിയിൽ നിന്നുള്ള കായിക താരങ്ങൾക്ക് നിരവധി പരിമിതികളുണ്ടെങ്കിലും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് അധികൃതർ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് AP ഉസ്മാൻ പറഞ്ഞു. ചടങ്ങിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. അതുപോലെ തന്നെ 7 സബ് ജില്ലകളിൽ നിന്നായി അതായത് തൊടുപുഴ, അടിമാലി, കട്ടപ്പന, നെടുങ്കണ്ടം, മറയൂർ, പീരുമേട്, അറക്കുളം തുടങ്ങിയ 7 സബ് ജില്ലകളിൽ നിന്നായി 1700ഓളം കായിക പ്രതിഭകളാണ് ഈ കായികമേളയിൽ മാറ്റുരയ്ക്കുന്നത്. മത്സരത്തിന്റെ ഭാഗമായി നടന്ന മാർച്ച് മാസത്തിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP ഉസ്മാൻ സല്യൂട്ട് സ്വീകരിച്ചു. കായിക രംഗത്ത് നമുക്കൊട്ടേറെ പരിമിതികളും പോരായ്മകളും പ്രതിസന്ധികളുമുണ്ട്. ആ കായിക രംഗത്ത് മികവ് തെളിയിക്കുന്ന കുട്ടികൾക്ക് ആവശ്യമായ കായിക താരങ്ങൾക്ക് ആവശ്യമായ പ്രോത്സാഹനങ്ങൾ കൊടുക്കുവാൻ പരമാവധി ശ്രമങ്ങൾ ജില്ലയുടെ വിദ്യാഭ്യാസ വകുപ്പും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളും സംസ്ഥാന ഗവൺമെന്റും ഒക്കെ നടത്തുന്നുണ്ടെങ്കിലും മറ്റു പ്രദേശങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിനൊപ്പമെത്താൻ
നമുക്ക് കഴിയുന്നില്ല എന്ന പോരായ്മ നമ്മുടെ മുമ്പിലുണ്ട്. ജീവിത ശൈലി കൊണ്ടും കായികക്ഷമത കൊണ്ടും ആരോഗ്യശേഷി കൊണ്ടും മറ്റു പ്രദേശങ്ങൾ വ്യത്യസ്തമായി കഴിവ് തെളിയിക്കാൻ കഴിയുന്ന നല്ല പ്രോജ്വലമായ ശേഷിയുള്ള കുട്ടികളാണ് നമ്മുടെ നാട്ടിലെന്നത് തീർച്ചയായും നമുക്ക് ഈ രംഗത്ത് ഏറെ പ്രതീക്ഷ നൽകുന്നു എന്ന കാര്യം പ്രത്യേകമായി ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അനില ജോർജ് പതാക ഉയർത്തി. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം വർഗീസ് ദീപശിഖ തെളിയിച്ചു. ചടങ്ങിൽ ദേശീയ കായിക താരം അഞ്ജു ബാബു പ്രതിജ്ഞ ചൊല്ലി. കാൽവരിമുണ്ട് സ്കൂൾ മാനേജർ ജോഷി മലേക്കുടി, അഡ്വക്കേറ്റ് ജോർജി ജോർജ്, ഗ്രേസി ജോണി, സുലേഖ കുമാരൻ, ജോർജ് കുട്ടി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് ഗുരുശ്രേഷ്ഠ അവാർഡ് നേടിയ അധ്യാപകൻ ടോമി കൂത്രപ്പള്ളിയെ ആദരിക്കുകയും ചെയ്തു. മത്സരാർത്ഥികൾക്കും ഒപ്പമെത്തുന്ന അധ്യാപകർക്കും കാൽവരിമുണ്ട് ഹൈസ്കൂളിലും LP സ്കൂളിലുമാണ് താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ആൺകുട്ടികളെ LP സ്കൂളിലും പെൺകുട്ടികളെ ഹൈസ്കൂൾ കെട്ടിടത്തിലുമാണ് താമസിപ്പിക്കുന്നത്. പ്രാഥമിക കൃത്യനിർവഹണത്തിനുള്ള സൗകര്യം സ്കൂളിലും ഹൈസ്കൂൾ ഗ്രൗണ്ടിലും ഒരുക്കിയിട്ടുണ്ട്. ഇന്റർനെറ്റ്, ടെലിഫോൺ എന്നീ സൗകര്യങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്. കായികതാരങ്ങൾക്ക് പ്രാഥമിക ശുശ്രൂഷയും വൈദ്യസഹായവും ലഭ്യമാക്കാൻ കാമാക്ഷി സർക്കാർ ആശുപത്രിയിലെ മെഡിക്കൽ സംഘവും സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ് വിഭാഗവും സേവന സന്നദ്ധരായി സ്ഥലത്തുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ വിദഗ്ധ വൈദ്യസഹായം ലഭ്യമാക്കാനും ആശുപത്രിയിലെത്തിക്കാനുമായി ആംബുലൻസും ക്രമീകരിച്ചിട്ടുണ്ട്. താരങ്ങൾക്കും അധ്യാപകർക്കും ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഉച്ചഭക്ഷണവും ലഭ്യമാക്കി. റിപ്പോർട്ടർ ഷിനു ജോണിനൊപ്പം എസ് സൂര്യലാൽ, കേരള വിഷൻ, ഇടുക്കി നെറ്റ് ന്യൂസ്. ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ ആദ്യ ജയം അറക്കുളം സബ് ജില്ലയുടെ അലൻ വർഗീസിന്. ജൂനിയർ ബോയ്സ് 5000 മീറ്റർ നടത്തത്തിലാണ് അലൻ വിജയം കൈപ്പിടിയിലൊതുക്കിയത്. ഇടുക്കി റവന്യൂ ജില്ലാ കായികമേളയ്ക്ക് തുടക്കം കുറിച്ച് ആദ്യം നടന്നത് 5000 മീറ്റർ നടത്ത മത്സരമായിരുന്നു. അറക്കുളം സബ് ജില്ലയുടെ അലൻ വർഗീസ് 1ാം സ്ഥാനം നേടിയപ്പോൾ തൊട്ടുപുറകിൽ തൊടുപുഴ സബ് ജില്ലയുടെ വിഷ്ണു TB ഫിനിഷിംഗ് പോയിന്റ് കടന്നു. അടിമാലി സബ് ജില്ലയുടെ സുബ്രഹ്മണ്യനാണ് 3ാം സ്ഥാനം ലഭിച്ചത്. ജൂനിയർ ബോയ്സ് 3000 മീറ്റർ ഓട്ടത്തിൽ മൂന്നാർ സബ് ജില്ലയുടെ സതീഷം 1ാം സ്ഥാനം കരസ്ഥമാക്കി. അടിമാലി സബ് ജില്ലയുടെ അലൻ ജോസിനാണ് 2ാം സ്ഥാനം. അടിമാലി സബ് ജില്ലയുടെ തന്നെ റോബിൻ വർഗീസ് 3ാം സ്ഥാനവും നേടി. ജൂനിയർ ഗേൾസ് 3000 മീറ്റർ ഓട്ടത്തിൽ 1ാം സ്ഥാനം കട്ടപ്പന സബ് ജില്ലയുടെ സാന്ദ്ര എസ് നായർക്ക്. കാൽവരി മൗണ്ട് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സാന്ദ്ര. വാശിയേറിയ ജൂനിയർ ഗേൾസ് വിഭാഗത്തിന്റെ 3000 മീറ്റർ ഓട്ടത്തിൽ മിന്നുന്ന പ്രകടനമാണ് സാന്ദ്ര എസ് നായർ കാഴ്ചവെച്ചത്. ഞങ്ങൾക്ക് ഇത്രയും നാളും പ്രാക്ടീസ് തന്ന മജി സാറിന് ഒത്തിരി നന്ദിയുണ്ട്. സാറിൻ്റെ പ്രാക്ടീസ് ഞങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചതിലൂടെയാണ് ഞങ്ങൾക്ക് ഇത്രയും കയറി വരാൻ സാധിച്ചത്. സാറിന് ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ എന്നെ വിളിച്ചു വിട്ട ഈ സ്കൂളുകാർക്കും എൻ്റെ കൂട്ടുകാർക്കും എല്ലാവർക്കും നന്ദി പറയുന്നു. പിന്നെ 9ാം സ്റ്റാൻഡേർഡ് 9 നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഇതിലും മെച്ചമായിട്ട് ചെയ്യാൻ സാധിക്കും. കാൽവരിമുണ്ട് കാൽവരി സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ സാന്ദ്ര കാൽവരിമുണ്ട് സ്പോർട്സ് ഹോസ്റ്റലിൽ നിന്നുള്ള കായിക താരമാണ്. നെടുങ്കണ്ടം സന്തോഷ് ഭവനിൽ സന്തോഷിന്റെയും അജിതയുടെയും മൂത്ത മകളാണ് സാന്ദ്ര. അഭിറാമാണ് സഹോദരൻ. സംസ്ഥാന മത്സരത്തിനുള്ള തയ്യാറെടുപ്പിലാണ് സാന്ദ്ര. ഇനി കായികമേളയിൽ 2000-ഓളം കായിക താരങ്ങൾക്കും സംഘാടകർക്കും ഭക്ഷണം ഒരുക്കുന്നത് കേരള ടീച്ചേഴ്സ് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ. 1 ലക്ഷം രൂപയാണ് ഫുഡ് കമ്മിറ്റിക്കായി മാറ്റിവെച്ചിരിക്കുന്നത്. 13ാമത് റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ 2000-ഓളം കായിക താരങ്ങൾക്കും സംഘാടകർക്കും സ്വാദിഷ്ടമായ ഭക്ഷണം വിളമ്പി കേരള സ്കൂൾ ടീച്ചേഴ്സ് ഫ്രണ്ട് മാതൃകയായി. 2 ദിവസങ്ങളായി നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ എത്തുന്ന എല്ലാവരും തന്നെ മനസ്സ് നിറഞ്ഞാണ് മടങ്ങുന്നത്. ഉച്ചയ്ക്ക് രുചികരമായ സദ്യയും രാവിലെയും വൈകുന്നേരം കാപ്പിയും പലഹാരമാണ് KSFന്റെ നേതൃത്വത്തിൽ തങ്കമണി പ്രിയം കേറ്ററിംഗ് ഒരുക്കിയിരിക്കുന്നത്. ചോറിനോടൊപ്പം മീൻകറി, പയർകറി, പച്ചടി, സാമ്പാർ, അവിയൽ, അച്ചാർ തുടങ്ങി നിരവധി ഭക്ഷണ വിഭവങ്ങൾ കായിക താരങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഉച്ചഭക്ഷണം കായിക താരങ്ങൾക്ക് വിളമ്പുന്നത് ജൂനിയർ റെഡ് ക്രോസിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നാണ്. 1 ലക്ഷം രൂപയാണ് ഭക്ഷണ കമ്മിറ്റിയുടെ നടത്തിപ്പിനായി KSTF നൽകിയിരിക്കുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ കഴിഞ്ഞ ഒരു 2 ആഴ്ചമായി ഞങ്ങളുള്ള പ്രയത്നങ്ങളിലായിരുന്നു. വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് ഞങ്ങൾ വേണ്ട പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത്. ഒരു ടീമിനെ കണ്ടെത്തി ഏറ്റവും അനുയോജ്യമായ രീതിയിൽ സാധനങ്ങളൊക്കെ നമ്മൾ എത്തിച്ചു കൊടുത്തുകൊണ്ട് പ്രത്യേകമായി വർദ്ധവേണ്ട കാര്യം നമുക്ക് മിനിമം ഫണ്ടേ ഉള്ളൂ. ഫണ്ടുകൾ വളരെ കുറവാണ്. കായിക താരങ്ങൾക്ക് രുചികരമായ ഭക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഘാടകർ കായിക താരങ്ങൾക്കും സംഘാടകർക്കുമായി രുചികരമായ ഭക്ഷണശാല ഒരുക്കിയിരിക്കുന്നത്. 13ാമത് റവന്യൂ ജില്ലാ കായികമേളയിൽ രുചികരമായ ഭക്ഷണം നൽകി ശ്രദ്ധേയമാക്കുകയാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് ഫണ്ട്. 2000-ഓളം കായിക താരങ്ങൾക്കും ഒഫീഷ്യൽ സ്റ്റാഫിനുമാണ് ഇവർ ഉച്ചഭക്ഷണം നൽകുന്നത്. 1 ലക്ഷം രൂപയാണ് ഇതിനുവേണ്ടി ഇവർ മാറ്റിവെച്ചിരിക്കുന്നത്. എസ് സൂര്യലാനൊപ്പം ഷിനു ജോൺ, ഇടുക്കി നെറ്റ് ന്യൂസ്. പാണ്ടിപ്പാറയിൽ എണ്ണപ്പന കൃഷി വികസന സെമിനാർ നടന്നു. ഹൈറേഞ്ചിൽ എണ്ണപ്പന കൃഷി വ്യാപകമാക്കുന്നതിന്റെ ഭാഗമായി കർഷകർക്ക് അവബോധം നൽകുകയാണ് ലക്ഷ്യം.
ഹൈറേഞ്ചിൽ മറ്റ് കൃഷികൾക്കൊപ്പം എണ്ണപ്പനയും കൃഷി ചെയ്ത് വിജയിപ്പിക്കുവാൻ കർഷകർക്കാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനാണ് പാണ്ടിപ്പാറയിൽ പ്രത്യേക സെമിനാർ സംഘടിപ്പിച്ചത്. മലനാട് യുവജന സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ പാണ്ടിപ്പാറ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സെമിനാർ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. രംഗത്തു നിന്നും കാർഷിക മേഖല പ്രതിസന്ധിയിലൂടെ പ്രതിസന്ധിയിലാണ്ടിട്ടുള്ള കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന വളരെ സുപ്രധാനമായ ഒരു പ്രവൃത്തിയാണ്. കാമാക്ഷി പഞ്ചായത്ത് അംഗവും മലനാട് യുവജന സാംസ്കാരിക വേദി പ്രസിഡന്റുമായ സോണി വെള്ളാമഠം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡ് മാനേജർ KP മോർസ പ്രധാന സെമിനാർ നയിച്ചു. മുൻ കൃഷി ഓഫീസർ K സുകുമാരൻ, രാജു ഇബ്രഹാം, വിൻസെന്റ് ജോർജ്, ഗ്രാമപഞ്ചായത്ത് അംഗം ഗ്രേസി ജോയ് എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് നയിച്ചു. കട്ടപ്പന കുട്ടിക്കാനം ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ പതിവാകുന്നു. ദിവസവും നൂറുകണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന പശുപ്പാറ റോഡിൽ നിന്നുമാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. അധികൃതരുടെ ഭാഗത്തു നിന്നും മണ്ണിടിച്ചിൽ തടയുവാൻ നടപടിയില്ല എന്ന് നാട്ടുകാർ പറയുന്നു. ദിവസവും നൂറുകണക്കിന് സ്കൂൾ കുട്ടികൾ സഞ്ചരിക്കുന്ന ഏലപ്പാറ പശുപ്പാറ റോഡിലാണ് അപകടകരമാം വിധം മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി മണ്ണുമായി സംരക്ഷണ ഭിത്തിയുടെ ബന്ധം നഷ്ടപ്പെട്ടതാണ് മണ്ണിടിയാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നത്. ദിവസവും നൂറുകണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന കട്ടപ്പന കുട്ടിക്കാനം ദേശീയപാതയിലേക്കാണ് വൻതോതിൽ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. അതിനാൽ തന്നെ അപകടങ്ങൾ നിറഞ്ഞ ദേശീയപാതയിൽ കൂടി സാഹസികമായാണ് ഇപ്പോൾ വാഹനങ്ങൾ സഞ്ചരിക്കുന്നത്. ഉറപ്പുള്ള സംരക്ഷണ ഭിത്തിയില്ലാത്തതും നിലവിലുള്ള സംരക്ഷണ ഭിത്തികളുടെ അറ്റകുറ്റപ്പണികൾ നടത്താത്തതുമാണ് മണ്ണിടിച്ചിലുണ്ടാകുന്നതിന് മറ്റൊരു കാരണം. വേനൽക്കാലങ്ങളിൽ പോലും ഇവിടെ മണ്ണിടിച്ചിലുണ്ടാകുന്നതായി നാട്ടുകാർ പറയുന്നു. അപകടങ്ങൾ ഇവിടെ തുടർക്കഥയായിട്ടും അധികൃതർ റോഡിന്റെ സുരക്ഷയ്ക്കായി സംരക്ഷണ ഭിത്തിയോ മണ്ണിടിച്ചിലുകൾ തടയാനുള്ള മറ്റു മാർഗങ്ങളോ സ്വീകരിക്കുന്നില്ല എന്ന് നാട്ടുകാർക്ക് ആക്ഷേപമുണ്ട്. കഴിഞ്ഞ മഴയത്ത് ഒരാഴ്ചയുടെ മേളിലായി ഇതിന്റെ മണ്ണിടിഞ്ഞ് താഴെ വീണു. നിരന്തരം ജനപ്രതിനിധികളും താലൂക്കിലെ ഉന്നത ഉദ്യോഗസ്ഥരും സഞ്ചരിക്കുന്ന ഒരു വഴിയാണിത്. പക്ഷേ കണ്ടിട്ടും കാണാത്ത രീതിയിലാണ് അവരിത് പോകുന്നത്. മേലിൽ കാണുന്ന പശുപ്പാറയ്ക്കുള്ള വഴിയാണ്. നിരന്തരം വലിയ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയാണത്. ഏത് നിമിഷവും ഒരു വലിയ അപകടം സംഭവിക്കാം. ഇപ്പോൾ മണ്ണിടിഞ്ഞ പ്രദേശത്തിന്റെ സമീപ പ്രദേശങ്ങളിലായി സ്കൂളുകളും പള്ളികളും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിനാൽ തന്നെ പ്രദേശവാസികൾ മണ്ണിടിച്ചിലിനെ ഭീതിയിലാണ് കാണുന്നത്. എത്രയും വേഗം മണ്ണിടിച്ചിലുണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ സംരക്ഷണ ഭിത്തികൾ നിർമ്മിച്ചു നൽകണമെന്നാണ് അധികൃതരോടുള്ള ഏലപ്പാറ നിവാസികളുടെ ആവശ്യം. ഇടുക്കി നെറ്റ് ന്യൂസ്, ഏലപ്പാറ. മുരിക്കാട്ടുകുടി CSI സഭയുടെ നേതൃത്വത്തിൽ നവംബർ 15 തീയതി രാവിലെ 10 മുതൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഫിസിഷ്യൻ, ത്വക്ക്, ദന്തൽ, അസ്ഥി തുടങ്ങിയ മേഖലയിലെ ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കുന്നതും മരുന്നുകൾ വിതരണം ചെയ്യുന്നതുമാണ്. രജിസ്ട്രേഷൻ ഫീസ് 10 രൂപയായിരിക്കും. അന്വേഷണങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക: 9740161386, 9744938148. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, കട്ടപ്പന. സ്വർണം പവന് 19,600 രൂപ, 1 ഗ്രാം 2,450 രൂപ, വെള്ളി ഗ്രാമിന് 35 രൂപ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്ര ഗോൾഡ്, കട്ടപ്പന. കമ്പോള വാർത്തകൾ. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔവർ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസ്, സൗത്ത് ഇന്ത്യൻ ബാങ്കിന് സമീപം, മുരിക്കാശ്ശേരി. ഏലം കൂടിയ വില 750, കുറഞ്ഞ വില 700. കുരുമുളക് 700 രൂപ, കാപ്പി 135 രൂപ, റബ്ബർ 107 രൂപ, ഗ്രാമ്പു 1000 രൂപ, കൊക്കോ 53 രൂപ, ജാതി 300 രൂപ, ജാതിപത്രി കൂടിയ വില 1000, കുറഞ്ഞ വില 750. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഔവർ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസ്, സൗത്ത് ഇന്ത്യൻ ബാങ്കിന് സമീപം, മുരിക്കാശ്ശേരി. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 141 അടിയിലെത്തി. കേരളത്തിന്റെ ആവശ്യങ്ങൾ നിഷ്കരണം തള്ളിക്കൊണ്ടാണ് തമിഴ്നാട് ഡാമിൽ ജലനിരപ്പ് ഉയർത്തുന്നത്. ഡാമിൽ ജലനിരപ്പ് ഉയരുന്നത് ഓരോ നിമിഷവും തീരവാസികൾ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 125ാം ജന്മവാർഷികം രാജ്യം ഇന്ന് ശിശുദിനമായി ആഘോഷിച്ചു. 1889 നവംബർ 14 അലഹബാദിൽ ജനിച്ച ജവഹർലാൽ ഏറ്റവും കൂടുതൽ കാലം സ്വതന്ത്ര ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. പ്രളയക്കെടുതി വിലയിരുത്താൻ കേന്ദ്ര സംഘം ജില്ലയിലെത്തി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയ സെക്രട്ടറി ഹിതേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് സന്ദർശനം നടത്തിയത്.
13ാമത് ഇടുക്കി റവന്യൂ ജില്ലാ കായികമേളയ്ക്ക് കാൽവരി മൗണ്ട് കാൽവരി സ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കമായി. 7 സബ് ജില്ലകളിൽ നിന്ന് 1700ഓളം കായിക താരങ്ങളാണ് മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത്. ഇടുക്കി ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP ഉസ്മാൻ കായികമേള ഉദ്ഘാടനം ചെയ്തു. അയൽവാസിക്ക് പണയം വയ്ക്കാൻ നൽകിയ സ്വർണ്ണാഭരണങ്ങൾ ലേലത്തിൽ നഷ്ടപ്പെട്ടതിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്ത യുവതിയുടെ സംസ്കാര ചടങ്ങിനിടെ കട്ടപ്പനയിൽ സംഘർഷവും പോലീസ് സ്റ്റേഷൻ മാർച്ചും. യുവതിയുടെ സ്വർണ്ണാഭരണങ്ങൾ കടമായി വാങ്ങിയ കട്ടപ്പന കല്ലുകുന്നിലുള്ള ഭർത്തൃവീടിന്റെ അയൽവാസിയും നെടുങ്കണ്ടത്ത് നിന്നെത്തിയ യുവതിയുടെ ബന്ധുക്കളും തമ്മിലാണ് സംഘർഷമുണ്ടായത്. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. Thank you.